ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സുഗന്ധവ്യഞ്ജന കലവറ. ഇടതൂർന്ന വനങ്ങളും മനോഹാരിത നിറഞ്ഞ മലനിരകളും കളകളാരവം മുഴക്കി ഒഴുകുന്ന പുഴകളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ ഒരു സുന്ദര ഭൂമി. അത്യപൂർവങ്ങളായ പക്ഷിമൃഗാദികൾക്ക് താവളമായ മലംചെരുവിലെ നനുത്ത കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി പൂക്കൾ. എത്രമേൽ സുന്ദരം ഹൃദ്യമീ ഇടുക്കി. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ മലയും പുഴയും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്ത് ഭംഗിയായി ഇടുക്കിയെന്ന്. അച്ഛൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അങ്ങനെ? പുറത്തോട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ മലയും അതിനപ്പുറത്തെ ആ പുൽമേടും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ അങ്ങ് അതിശയം തോന്നിപ്പോവുമല്ലേ? എൻ്റെ മോളെ, ജനിച്ച അന്നു മുതൽ ഞാൻ കാണുന്നതല്ലേ, എത്ര കണ്ടാലും കൊതി തീരില്ല നമ്മുടെ സ്വന്തം ഇടുക്കി. ആശമോളെ, ആ ഫോൺ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ. ഇവിടെ നിന്ന് ആ മലയിലേക്കൊന്ന് നോക്കിക്കേ, എന്താ ഒരു ചന്തമാ. ആകാശം അങ്ങ് ആ മലയിൽ തൊട്ട് കിടക്കും പോലില്ലേന്ന് നോക്കിക്കേ. ആ അമ്മേ, ഒരൊറ്റ മിനിറ്റ് ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്യാൻ ഒരു സൂപ്പർ ഫോട്ടോ എടുക്കട്ടെ ഞാൻ. ഹായ്, മഴ ഉണ്ടല്ലോ, വേഗം വാ, വീട്ടിൽ പോയി കളിക്കാം. സൂക്ഷിക്കണേ മക്കളെ, മഴ കൂടുന്ന ലക്ഷണമുണ്ട്. പെട്ടെന്ന് പോയേച്ച് വന്നേക്കണം. വരുമ്പോഴേക്കും ഞാൻ ലീലമോൾക്ക് ഇഷ്ടപ്പെട്ട പഴംപൊരി ഉണ്ടാക്കി വെച്ചേക്കാം. ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം, രസരാഗം, വിവിധമതിഗാഢം, പ്രകൃതിയുടെ നാദം, പ്രണയമയമാനന്ദം, ലയമേകം, സമഭാവം, ശുഭഗീതം. ഹർഷം ഹൃദയമേഘവർഷം, പ്രണയമിന്നൽ ചിഹ്നം പതഞ്ഞൊഴുകുമാപാദം, സാമം ധ്വനി മൃദംഗതാളം, പ്രകൃതി മൽഹാർ പാടും സ്വരജതിതനാരോഹം, മാനോ മരത്തളിരിനാലെ ഹരിതമായ കാണാകെ ഓടുന്നു സോത്സാഹം, ലയമേകം, സമഭാവം, ശുഭഗീതം. ഓരോ ഋതുവിനുള്ളിലാരോ സ്വരപ്പെടുത്തിയോരോ നിറത്തിലുള്ള സംഗീതം, രസരാഗം, വിവിധമതിഗാഢം, പ്രകൃതിയുടെ നാദം, പ്രണയമയമാനന്ദം, ലയമേകം, സമഭാവം, ശുഭഗീതം. എന്തൊരു കൊടും മഴയായത്. ഇനിയും വെള്ളം പൊന്തുവോ എന്തോ. മോഹനാണെങ്കിൽ ദുബായിലും, തനിയെ ഞാനിവിടെ പിള്ളേരെ അച്ഛനെയും കൊണ്ട് എങ്ങനെയായി മഴയത്ത്. ഓർക്കുമ്പോഴേ എൻ്റെ നെഞ്ച് പിടയ്ക്കുന്നു. അച്ഛൻ എന്തെങ്കിലും കേട്ടോ TV-യിൽ? ആ മോളെ, എവിടെയൊക്കെയോ ഉരുൾപൊട്ടലുണ്ടായിരുന്നു.
ഡാം തുറക്കാൻ പോകുന്നു ഒക്കെ വൈകുന്നേരത്തെ വാർത്തയിൽ കേട്ടു. എൻ്റെ ദൈവങ്ങളെ, ഇവിടെയൊന്നും അധികം വെള്ളം പൊങ്ങാതിരുന്നാൽ മതിയായിരുന്നു. ഇടുക്കി അണക്കെട്ടിലെ ഷട്ടറുകൾ ഭാഗികമായി അടച്ചിട്ടും ദുരിതവും ആശങ്കയും ഒഴിയുന്നില്ല. കനത്ത മഴയത്ത് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇടുക്കിയിൽ ജലനിരപ്പ് വീണ്ടും നേരിയ തോതിൽ ഉയർന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ ആദ്യ ജാഗ്രതാ നിർദ്ദേശം നൽകി. പെരിയാറിൽ ജലനിരപ്പ് താഴാൻ വീടുകൾ വെള്ളക്കെട്ടിൽ തുടരുകയാണ്. മുറ്റത്ത് വരെ വെള്ളം കയറി. ഇനി താന്ന് പറയുമ്പോഴേക്കും വീട്ടിനുള്ളിൽ വെള്ളം കയറുമല്ലോ എൻ്റെ ഈശ്വര. ഈ വീടെങ്ങാനും ഇടിഞ്ഞു വീഴുമോ എൻ്റെ അച്ഛാ? എനിക്ക് എന്തോ ഒരു ഭയം തോന്നുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. നമ്മളൊക്കെ ഒഴുക്കിൽപ്പെട്ടാലോ എന്നൊരു തോന്നൽ. അത്ര ശക്തിയിലല്ലേ ഈ വെള്ളം പൊങ്ങുന്നത്. അയ്യോ അമ്മേ, ഇനി എന്ത് ചെയ്യാനാ? എന്ത് വേഗമാ വെള്ളം പൊങ്ങുന്നേ. നമ്മൾ മുങ്ങി പോകുമോ? നിഷ്കരുണം പെയ്യുന്ന മഴ, കുത്തിയൊലിക്കുന്ന മലവെള്ളപ്പാച്ചിലിന്റെ അലർച്ചയ്ക്കൊപ്പം കൂട്ടായി ഉരുൾപൊട്ടൽ. ഭീതിയുടെ കരിനിഴലിൽ ഉയർന്നു പൊങ്ങുന്ന നിസ്സഹായതയുടെ നീണ്ട കരങ്ങൾ. അച്ഛാ, ഞാൻ തനിയെ എന്നെ ചെയ്യാനാ? അച്ഛനാണെങ്കിൽ നടക്കാനും വയ്യ. ആശമോളെയും ലീലയും കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക്? എൻ്റെ ദൈവമേ. മോളെ, അച്ഛന് ഈ വയ്യാത്ത കാലം വെച്ച് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മോളുടെയും കൊച്ചുങ്ങളുടെയും കാര്യം നോക്ക്. അച്ഛനല്ല തന്നെ ഇനി അധികാരം ഇരിക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് മോൾ എന്നെ പറ്റി ഒട്ടും വിഷമിക്കണ്ട. പോ, വേഗം പോ. മോളെ ആശേ, നീ ലീലയും കൊണ്ട് വേഗം ടെറസിലേക്ക് പോ. നീ അവിടെ തന്നെ നിൽക്കാതെ വേഗം ടെറസിലേക്ക് ലീലയും കൊണ്ട് പോ. അല്ലെങ്കിൽ വേണ്ട, നീ ഇങ്ങ് വാ, നമുക്ക് അപ്പൂപ്പനെ പിടിച്ച് നടത്തിയാലോ. മക്കൾ വേഗം പോയിക്കോ. അപ്പൂപ്പനെ ഇങ്ങനെ ഇവിടെ എത്തിച്ചു വരാൻ പറ്റത്തില്ല എനിക്ക്.
അമ്മ അപ്പൂപ്പന്റെ കാര്യം നോക്കിക്കോളാം. അമ്മ അമ്മ ഹെലികോപ്റ്റർ വന്നു, വേഗം വാ. എല്ലാം തീർന്നെന്നു കരുതിയിടത്തിൽ നിന്നും ഒറ്റക്കെട്ടായി വീണ്ടും ഒരു തുടക്കം. കൂടെ നിന്നതിനും കാണിച്ച കരുതലിനും നൽകിയ പ്രതീക്ഷകൾക്കും സ്നേഹത്തോടെ 100 കോടി കൂപ്പുകൈ. ഇന്നിതിലേ മഴ വന്നൊഴിയേ ഈ വെയിൽ തൊടിയിൽ